ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവയാണ്. ആക്റ്റീവ 125 വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി റേസ് ആവണില്ല, കറക്റ്റായിട്ട് റൺ ചെയ്യണില്ല എന്നുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടിക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിച്ചാണ്. കാർബറേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ കാർബറേറ്റർ എയർ ഫിൽറ്ററും പ്ലഗ് നമ്മൾ നോക്കി. അപ്പോൾ പ്ലഗിനകത്തൊക്കെ നല്ല രീതിയിൽ കാർബൺ കയറിയിട്ടുണ്ട്, കരി നല്ല രീതിയിലുണ്ട്. തന്നെയല്ല, നമുക്ക് എയർ ഫിൽറ്ററിനകത്ത് വെള്ളത്തിൻ്റെ പ്രശ്നം, വെള്ളം കയറിയിട്ടുണ്ട് എയർ ഫിൽറ്ററിലേക്ക്. എയർ ഫിൽറ്റർ വെള്ളം കയറിയതിന് ശേഷം ഈ ഫിൽറ്ററിലൊക്കെ വെള്ളമാണ്, മൊത്തത്തിൽ വെള്ളത്തിൻ്റെ ഇതുള്ളത് കൊണ്ട് മൊത്തം അടഞ്ഞേക്കാണ്. അങ്ങനെയാണ് നമുക്ക് ആ മിസ്സിങ് പ്രശ്നം കാണിക്കുക. അപ്പോൾ എയർ ഫ്ലോ കുറവായതിന് ശേഷമാണ് കാർബറേറ്ററിൽ നിന്ന് കൂടുതൽ പെട്രോൾ ഇറങ്ങി ചെന്ന് ഈ പ്ലഗിനകത്തൊക്കെ ഇത്ര കരി പിടിച്ചാണ്. എഞ്ചിൻ ഹെഡിനകത്തും കുറച്ച് കരി വന്നിട്ടുണ്ടാവും. അത് കുറേ ഓടുന്നതിനനുസരിച്ച് പൊക്കോളും. ഇപ്പോൾ നമുക്ക് നിലവിൽ എയർ ഫിൽറ്റർ മാറ്റി പുതിയതിടണം, പ്ലഗ് മാറ്റി പുതിയതിടണം. അതിന് ശേഷം കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. കാർബറേറ്ററിന് നിലവിൽ വെള്ളത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, കാർബറേറ്റർ ഇപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ ഉപയോഗം, അതായത് E20 എന്ന് പറയുന്ന പെട്രോളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് മൂലം നമുക്ക് അതിൻ്റെ ഫ്ലോട്ട് വാൽവൊക്കെ നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ റഫ്നെസ് വന്നിട്ടുണ്ട്. ഓവർഫ്ലോ വരാൻ സാധ്യത കൂടുതലാണ് ഈ കാർബറേറ്ററിന്. പിന്നെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് വെള്ളം കയറാൻ ഒരു പൈപ്പ് പൊട്ടിയേക്കണതാണ് എൻ്റെ കംപ്ലയിൻറ്റ്, വെള്ളം കയറിയേക്കണത്. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നീടും കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, പിന്നീട് കംപ്ലയിൻറ്റ് വന്നാൽ ഈ എയർ ഫിൽറ്റർ ബോക്സ് അടക്കം മാറ്റിയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം എയർ ഫിൽറ്റർ ഒരു കാരണവശാലും വെള്ളം പുറമേ നിന്ന് അനാവശ്യമായിട്ട് കയറാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ആക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് ഞാൻ ഒന്നുകൂടി പറയാം. പ്ലഗ് മാറണം, എയർ ഫിൽറ്റർ മാറണം. പിന്നെ നമുക്ക് കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഈ ഫ്ലോട്ട് വാൽവും ഈ കാണുന്ന സ്ലോ ജെറ്റും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പെട്രോൾ ഓവർഫ്ലോ, അതായത് കാർബറേറ്ററിൻ്റെ അടിയിൽ പൈപ്പ് വഴി ഓവർഫ്ലോ പുറത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് കോമൺ ആണ്. അതായത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കംപ്ലയിൻറ്റ് വരാനുള്ള, റിപ്പീറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. അത് കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത്. നമ്മൾ ക്ലിയറായിട്ട് പറയണേണ്ട കാരണം കംപ്ലയിൻറ്റ് മിസ്സിങ് ഓവർഫ്ലോ ഒക്കെ ആയിട്ട് വീണ്ടും വന്നേക്കാം. കാരണം വന്നിട്ടുണ്ട്, ചെയ്തേക്കുന്ന വണ്ടികൾ റിപ്പീറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ എടുത്ത് പറയണേൻ്റെ കാരണം കേട്ടോ. അങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി പുതിയത് വെക്കേണ്ടി വരും. പുതിയത് വെച്ചാലും നമുക്ക് ഈ പെട്രോളൊക്കെ തന്നെ കിട്ടണേ. അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ്സ് വീണ്ടും വന്നേക്കാം. അതുകൊണ്ടാണ് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഇത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ മാക്സിമം യൂസ് ചെയ്യാം. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. ഏകദേശം ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവും. ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നത് തരാൻ വേണ്ടിയിട്ട്. തീരാണെങ്കിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഓടിച്ച് നോക്കുമ്പോൾ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ വീണ്ടും 3-4 പ്രാവശ്യം ചിലപ്പോൾ അഴിക്കേണ്ടി വരും കാർബറേറ്റർ. അതുകൊണ്ടാണ് നമ്മൾ സംശയം പറഞ്ഞതിൻ്റെ കേസ്. തീരാണെങ്കിൽ ഒരു 6 മണിക്ക് മുമ്പ് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ നോക്കിയാൽ മതി. നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നോക്കിയാൽ മതി കേട്ടോ.